കെ ശശി വന്നാൽ സ്വീകരിക്കും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പി കെ ശശി എന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ ഒട്ടനവധി അറിയപ്പെടാത്ത പ്രവർത്തകർ നേതാക്കളുണ്ട് താഴെത്തട്ടിൽ. അവരെല്ലാം അസ്വസ്ഥരാണ്. പാർട്ടി വിട്ട് അവരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പുറത്തു വരികയാണെങ്കിൽ അർഹമായ പരിഗണന കോൺഗ്രസ് പാർട്ടി നൽകും. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അത് തീരുമാനിക്കേണ്ടത് അന്തിമമായിട്ട് KPCC. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ വലിയ വിസ്മയങ്ങൾ പാലക്കാട് ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് CPM വിമതർ പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചില CPMകാർ കോൺഗ്രസിലേക്ക് വരും എന്ന് പറയും. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് പാലക്കാട് MP VK ശ്രീകണ്ഠനാണ്. വലിയ തരത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമോ പാലക്കാട്? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പല്ലേ, വിസ്മയങ്ങളില്ലെങ്കിൽ ജനങ്ങൾക്കൊരു ഒരു ഇൻട്രസ്റ്റ് ഇലക്ഷൻ ഉണ്ടാവില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പാലക്കാട് ജില്ലയിലെ CPMൽ അഭിപ്രായ വ്യത്യാസം അതിരൂക്ഷമാണ്. ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ പര്യാപ്തമായ ഒരു പാർട്ടിയായി പാലക്കാട്ടെ CPM മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 2019 തെരഞ്ഞെടുപ്പ് മുതൽ ആ തെരഞ്ഞെടുപ്പും അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ഉണ്ടായിട്ടുള്ള നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും പാർട്ടിക്കകത്ത് നിലനിൽക്കുകയാണ്. വലിയ തോതിലുള്ള വിഭാഗീയതയാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഭരണം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ CPM ആണല്ലോ മുഖ്യ റോള്. അപ്പോൾ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു മാഫിയ സംഘമായി മാറിയെന്നുള്ള അഭിപ്രായം പാർട്ടിക്കകത്ത് നേതാക്കന്മാർക്ക് മാത്രമല്ല പ്രവർത്തകർക്കുമുണ്ട്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ പോലുള്ളവർ ആ കാര്യങ്ങളൊക്കെ പുറത്ത് പരസ്യമായി പറഞ്ഞിരിക്കുക. അപ്പോൾ പാലക്കാടും അത്തരത്തിലുള്ള വിഷയങ്ങൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലും അത് പ്രതിഫലിച്ചിരുന്നു. പക്ഷെ കൂടുതൽ പരസ്യമായിട്ട് വരാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം വിലയിരുത്തിയാണ് UDFും കോൺഗ്രസും മുന്നോട്ട് പോവുക. ഈ വിമതരായ CPMകാർ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, വിമതരായ ആളുകൾ പുതിയ പാർട്ടി ഉണ്ടാക്കി അവരെങ്ങനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യാൻ പറ്റും? പാർട്ടി ഉണ്ടാക്കാതെ അവരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് ഇത് CPMന്റെ നിലപാടുകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, എതിരഭിപ്രായങ്ങളുണ്ട്. ആ എതിരഭിപ്രായമുള്ളവർ CPM വിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അവരെ സ്വീകരിക്കുന്ന കാര്യം പരിഗണിക്കും. ഒറ്റപ്പാലം അടക്കമുള്ളിടങ്ങളിൽ വലിയ തരത്തിൽ വിഭാഗീയത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ കഴിഞ്ഞ തവണ വലിയ വിഭാഗമാണ് CPMൽ നിന്നും വിട്ടുവന്നത്. അവർ സ്വതന്ത്ര മുന്നണിയായിട്ടാണ് വന്നത്. അവരെ കോൺഗ്രസ് മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും അവരുമായിട്ട് അധികാരം പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPMന്റെ ഇപ്പോഴത്തെ അവരെ ബാധിച്ചിട്ടുള്ള നയപരമായിട്ടുള്ള വൈകല്യങ്ങൾ അത് പൊതു സമൂഹത്തിൽ ചർച്ചയാണ്. തീർച്ചയായിട്ടും അവർക്കെതിരായി അവരുടെ ഭരണം പ്രയോജനമില്ലായിരുന്നു, ഒരു മേഖലയിലും ഉണർവുണ്ടാക്കിയില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഘടകവിപരീതമായി പ്രവർത്തിക്കുന്നു CPM എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ആ ആരോപണങ്ങളൊക്കെ പുറത്തു പറഞ്ഞ് പാർട്ടി വിട്ടു വരുന്നവരെ സ്വാഭാവികമായിട്ടും ഒരു സുതാര്യമായ ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനോ സ്ഥാനാർത്ഥിയാക്കാനോ ഒന്നുമല്ല. അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ, ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ളവരെ കോൺഗ്രസ് സ്വീകരിക്കും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് അവരെ സ്വീകരിക്കും. PK ശശിയെ കോൺഗ്രസ് എത്തിക്കാൻ വലിയ നീക്കം നടക്കുന്നതാണ് പറയപ്പെടുന്നത്. അങ്ങനത്തെ നീക്കങ്ങളുണ്ടോ? അങ്ങനെയൊക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഉണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ പാർലമെന്റ് ഇലക്ഷൻ നിൽക്കുമ്പോൾ എനിക്ക് അനുകൂലമായി പല കാര്യങ്ങളും സഹായകരമായി അവരുടെ ഭാഗത്തുള്ളവർ ചെയ്തു എന്നുള്ള ആരോപണം അന്നുണ്ട്. പാർട്ടിക്കകത്ത് ആഭ്യന്തര കലാപം ഇന്ന് തുടങ്ങിയതല്ല, കുറച്ച് വർഷങ്ങളായി. പലപ്പോഴും അത് മറന്നീക്കി പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചു. അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം, അതിലൊന്നും ഞങ്ങൾക്ക് റോളില്ല. അങ്ങനെ ഊഹാപോഹങ്ങൾ പരക്കുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിയില്ല. PK ശശി വന്നാൽ സ്വീകരിക്കും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PK ശശി എന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ ഒട്ടനവധി അറിയപ്പെടാത്ത പ്രവർത്തകർ നേതാക്കളുണ്ട് താഴെത്തട്ടിൽ. അവരെല്ലാം അസ്വസ്ഥരാണ്. ഈ ഭരണം കൊണ്ട് താഴെത്തട്ടിൽ പാർട്ടിയിലെ പ്രവർത്തകർക്കോ ജനങ്ങൾക്കോ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് അഴിമതിയിൽ മുങ്ങിയ കെടുകാര്യസ്ഥതയിൽ ആയിട്ടുള്ള ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ള വ്യാപകമായ അഭിപ്രായമുണ്ട്. അപ്പോൾ പൊതുജനങ്ങളും CPMന്റെ അനുഭാവികൾ ഉൾപ്പെടെ കോൺഗ്രസിന് UDFന് അനുകൂലമായ നിലപാടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പം അത് മറനീക്കി കൂടുതൽ പുറത്തു വരും. അതിൽ ഏതൊക്കെ നേതാക്കന്മാരുണ്ടെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. MP ആരെങ്കിലും സംസാരിച്ചിരുന്നു അങ്ങനെ? ഞാൻ എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ ജില്ലയായതുകൊണ്ട് CPM മാത്രമല്ല BJPയിലും പല സുഹൃത്തുക്കളും അസ്വസ്ഥരായിട്ടിരിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ആ പാർട്ടി വിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പൊതുരംഗത്ത് മാന്യതയുള്ള പ്രവർത്തനം പാരമ്പര്യമുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ പരിഗണിക്കും. സന്ദീപ് വാര്യർ വന്നത് ഒരു കണക്ക് കോൺഗ്രസ് വലിയ ഗുണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു വലിയ ബൂസ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത്തരത്തിൽ PK ശശി അടക്കമുള്ളവർ വരുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കുന്ന സമയമാണ്. വലിയ ബൂസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള ഒരു സ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിലേക്ക് കൂടുതൽ വിശ്വാസം ആർജിച്ച് പ്രവർത്തകർ വരികയാണ്, അനുഭാവികൾ വരികയാണ്. അപ്പോൾ വരുന്ന ഏത് നേതാവാണെങ്കിലും അത് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത് അന്തിമമായിട്ട് KPCC ആണ്. ഇപ്പം ഞങ്ങളവിടെ അങ്ങനെ ആരെയും പിന്നെ സ്വീകരിക്കില്ല എന്നുള്ള നിലപാടില്ല. അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസമായിട്ട് പുറത്തു വരുന്നവരെ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കും. അത് എത്ര ഉന്നത നേതാവാണെങ്കിലും സാധാരണ നേതാക്കന്മാർ, അതാ ഞാൻ പറഞ്ഞു, പഞ്ചായത്തിലുടനീളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ പറഞ്ഞ പേരല്ലാതെ തന്നെ നിരവധി പേർ ആ പാർട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമായിട്ട് അന്തഛിദ്രമായിട്ട് നിൽക്കുന്നുണ്ട്. നിലപാട് വ്യക്തമാക്കി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഉൾക്കൊള്ളും. PK ശശി പോലെ പ്രധാനപ്പെട്ട നേതാവ് വരികയാണെങ്കിൽ സ്വാഭാവിക സീറ്റ് കൊടുക്കേണ്ടി വരും. അത്തരം ചർച്ചകളൊക്കെ ആരംഭിക്കുമോ? അല്ല, അങ്ങനെ ഒരു പാർട്ടിയിൽ വേറൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾ ഭാവിയിൽ നമ്മുടെ പാർട്ടിയിലേക്ക് വരും, അവർക്ക് ഇന്ന സീറ്റ്, അങ്ങനെ ഒരു ചർച്ചയൊന്നും എവിടെയും നടന്നിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടി വിട്ട് അവരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പുറത്തു വരികയാണെങ്കിൽ അർഹമായ പരിഗണന കോൺഗ്രസ് പാർട്ടി നൽകും. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അത് തീരുമാനിക്കേണ്ടത് അന്തിമമായിട്ട് KPCC. സുരേഷിന്റെ കാര്യത്തിൽ പിന്നീട് തീരുമാനം എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, അത് സുരേഷ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകൾ എനിക്ക് നേരിട്ട് അറിവില്ല. എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ താമസിക്കുന്നതിന്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് അദ്ദേഹം താമസിച്ചത്. ഇടയ്ക്ക് കാണാറുണ്ട്, ആശയങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടെന്നല്ലാതെ പാർട്ടി മാറാനോ പാർട്ടി വിടാനോ ഉള്ള തീരുമാനമോ അത്തരത്തിലോ ഞാനുമായിട്ട് ആലോചിച്ചിട്ടില്ല. എന്തായാലും പാർട്ടി നേതൃത്വം ഇതെല്ലാം പരിഗണിച്ച് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കും. നിലവിൽ പാലക്കാട് ഉണ്ടായിരിക്കുന്ന ഈ ചലനങ്ങൾ കോൺഗ്രസിന് വലിയ തരത്തിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ്. 100%. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റാണ് UDF ജയിച്ചത്. ഒന്ന് പാലക്കാടും അതുപോലെ ഒന്ന് മണ്ണാർക്കാടും. ഇത്തവണ അത് 3 ഇരട്ടി സീറ്റായിട്ട് വർദ്ധിക്കും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാണ്. അതുപോലെ CPMലും BJPയിലുള്ള അന്തഛിദ്രം വളരെ ആഴത്തിലാണ്. അതുകൊണ്ട് അതെല്ലാം കൃത്യമായി പ്രയോജനപ്പെടുത്തി ഇത്തവണ ചുരുങ്ങിയത് 12-ൽ 7 സീറ്റെങ്കിലും UDF ജയിക്കും. കോൺഗ്രസ് അതിന് ശക്തമായ നേതൃത്വം നൽകും. നിലവിൽ പാലക്കാട്ടെ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിന് ഏറെ ഗുണകരമാകും എന്നാണ് VK ശ്രീകണ്ഠൻ MP വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണം പ്രശ്നൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.